ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെക്കിലേക്ക് വരാനുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സ്റ്റുഡന്റ് വിസയിൽ ചെക്കിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദീർഘിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താ വെച്ചാൽ നമ്മളെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ. നമ്മളൊരു യൂണിവേഴ്സിറ്റി ചെക്കിലൊരു യൂണിവേഴ്സിറ്റി നമ്മൾ എന്താക്കണം, കണ്ടെത്തണം. നമുക്ക് വേണ്ട കോഴ്സ് അല്ലെ നമ്മളെ എൻട്രി റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ എന്താണ് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് എക്സാമിംഗ് ഉള്ളത്. അപ്പം ഏത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 25 ക്വസ്റ്റ്യൻസോളം വരും. അതിൽ നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ എന്താക്കും, യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും, നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ എൻട്രൻസ് എക്സാമിന് ഒരു സ്പെസിഫിക് ഫീസ് വരുന്നുണ്ട്. ആ ഫീ അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഇൻടേക്ക് മുതൽ യൂണിവേഴ്സിറ്റി എന്താക്കിയിട്ടുണ്ട്, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കണം, ഈ എൻട്രൻസ് എക്സാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് എന്താണ്, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ ലെറ്റർ കിട്ടുള്ളൂ. ഓക്കെ, കൺഫർമേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താക്കണം, നമ്മളെ ഡിഗ്രീന്റെ ഡോക്യുമെന്റ് കൺസോൾഡേറ്റഡ്, നമ്മളെ വേണമെങ്കിൽ SLC +2 ഒക്കെ ഏതായാലും അപ്പോസ്റ്റിൽ നിന്നൊരു പ്രോസസ് ചെയ്യാണ്. അപ്പൊ ചെയ്യുമ്പോൾ എന്താക്കാം, ഈ സംഭവങ്ങളൊക്കെ അപ്പോസ്റ്റിൽ ചെയ്യാം. അപ്പോസ്റ്റിൽ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നോർക്കയിൽ നിന്ന് ചെയ്യാം, അല്ലെ ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നവരുണ്ട്. രണ്ടും നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത്, സമയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോർക്കയിൽ ചിലപ്പോൾ ഡിലേ ആവും, ഡൽഹിയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ഏതാ നോക്കിയിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്പോസ്റ്റിൽ ചെയ്യാം. അപ്പൊ ഈ ഡോക്യുമെന്റ് അപ്പോസ്റ്റിൽ ചെയ്തതിന് ശേഷമാണ് എന്താക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള നമ്മളെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ എന്താണ് ആ ക്വാളിഫിക്കേഷൻ ഉള്ളത്, അത് നമ്മൾ ചെക്കിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ട് അതിന് ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാം. അതായത് ചെക്കിലെ ഒരു യൂണിവേഴ്സിറ്റി നമ്മളെ ഡോക്യുമെന്റ്സ് നാട്ടിൽ നിന്ന് ചെക്കിലേക്ക് അയച്ചിട്ട് ചെക്കിലൊരു യൂണിവേഴ്സിറ്റി എന്താക്കുന്നു, ഈ ഒരു നമ്മൾ പഠിച്ച ബാച്ചിലേഴ്സ് ഇവിടുത്തെ ഈ ഒരു കോഴ്സിന് ഈക്വലന്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ തരും. ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, നമ്മൾ ചെക്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു സംഭവം ഞാനിപ്പോ ശിലേശ്വരി യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ ആ ഒരു ത്രൂ ആണ് നോട്ടിഫിക്കേഷൻ എടുത്തത്. പക്ഷെ ആ എനിക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ചെക്കിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും ബാധകമാണ്. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് എന്താക്കാം, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ അടുത്ത കാര്യം എന്താ വരുന്നത് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷനും കൂടി നമ്മൾ ചെയ്ത്, ആ നോട്ടിഫിക്കേഷൻ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്താക്കാം, നമ്മളെ നോട്ടിഫിക്കേഷൻ പ്രോസസ്സ് തീർക്കാം. നോട്ടിഫിക്കേഷൻ പ്രോസസ്സ് തീർത്ത് വെച്ചാൽ നിങ്ങൾ അത്രയും സമയം എന്താകും, വിസക്ക് അപ്ലൈ ചെയ്യാനുള്ളതിന് ടൈം കിട്ടും. ഓക്കെ, അടുത്തത് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ ഓഫർ ലെറ്റർ നമ്മളെ പോസ്റ്റൽ നമുക്ക് ഇന്ത്യയിലേക്ക് അയച്ചു തരും. നമ്മളെ ഹോം അഡ്രസ് ഏതാണോ കൊടുത്ത് അതിലേക്ക് അയച്ചു തരും. അതിൽ തന്നെ ഒരു ഓഫർ ലെറ്റർ ഉണ്ടാവും, പിന്നെ ഒരു അക്കോമഡേഷൻ കോൺട്രാക്ട് ഉണ്ടാവും. ഈ രണ്ട് സാധനം നമുക്ക് വിസ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, ഓഫർ ലെറ്റർ കിട്ടി, അക്കോമഡേഷൻ കോൺട്രാക്ട് കിട്ടി, നമ്മളെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ നമുക്ക് എന്താണ്, PCC വേണം വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. PCC എന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോ ചെക്കിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടിൽ യാതൊരുവിധ കേസുകളും ഇല്ല, നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ പങ്കെടുത്തിട്ടില്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും നാട്ടിലില്ല എന്ന് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താണ്, വിസന്റെ അപ്പോയിന്റ്മെന്റിൽ വേണം. അപ്പൊ അത് നമുക്ക് വിസന്റെ അപ്പോയിന്റ്മെന്റിൽ വെക്കുമ്പോൾ അതെന്താക്കണം, അപ്പോസ്റ്റിലും ചെയ്യും വേണം. ഓക്കെ, അപ്പൊ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റെഡിയായി. ഇനി അടുത്തൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. അതായത് നമ്മളെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്താക്കണം, അത് എല്ലാ ഡോക്യുമെന്റ്സും ഇല്ല, നമ്മളെ PCCയും നമ്മളെ ബാങ്ക് ബാലൻസ് സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും ഏത് സമയത്തേക്കാണെന്ന് വെച്ചാൽ നമ്മളെ ഈ വിസന്റെ ഡേറ്റ് എടുക്കുന്ന ആ ഒരു സമയത്തേക്കാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മളെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്തൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ വിസന്റെ ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെക്കിലേക്കും പല കൺട്രീസിലേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സംഭവമാണ് ഈ വിസ ഡേറ്റ് കിട്ടോ, ഇത് എത്ര ദിവസം എടുക്കും അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പൊ ചെക്കിന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് VFS ത്രൂവോ ബാക്കി അങ്ങനെ വേറെ ഏജൻസീസ് ത്രൂ ഒന്നല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഡയറക്റ്റ് എംബസിയിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇന്റെ കേസിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ചെക്കിൽ സ്റ്റുഡന്റ് റെജിമി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് എന്താക്കും, നമുക്ക് വിസ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ചിലർക്ക് കിട്ടാം, അതൊരു
ബാലറ്റ് പോലുള്ള സംഭവമാണ്, ഡിപ്പെൻസ് ആണ് എങ്ങനെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, വേറെ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ള വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എന്താക്കാൻ പറ്റും, ഡേറ്റ് എടുക്കാം. ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയത്ത് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ, എംബസിയിലേക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം, ഡേറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, എംബസിയിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യും ഏത് ഇന്ന ദിവസം ഇന്ന സമയത്ത് നമുക്ക് എന്താക്കാം, അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഡോക്യുമെന്റ് ഇന്ന സമയത്ത് വന്നിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ എംബസിയിൽ നമ്മൾ ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും നമുക്ക്. ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മളെ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതായത് ലോങ് ടേം സ്റ്റുഡന്റ് വിസയ്ക്കുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഈ അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ വൈറ്റ് ഫോമും ഉണ്ട്, ഗ്രീൻ ഫോമും ഉണ്ട്. ഓക്കെ, വൈറ്റ് ഫോം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാൽ നമ്മളെ പാസ്പോർട്ടിൽ 365 ഒരു കൊല്ലത്തേക്കുള്ള വിസ മൾട്ടിപ്പിൾ എൻട്രി ആയിട്ടാണ് കിട്ടുക. ഞാൻ വെച്ചത് ഗ്രീൻ ഫോമാണ്. ഗ്രീൻ ഫോം വെച്ചാലുള്ള ഒരു ഉപകാരം എന്താ വെച്ചാല് നമുക്ക് സെയിം പ്രോസസ്, സെയിം അപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളൊക്കെ തന്നെ, സെയിം ഫീസും സെയിം തന്നെ. അപ്പൊ നമുക്ക് പാസ്പോർട്ടിൽ അടിക്കാം 3 മാസത്തേക്ക് ഒറ്റ പ്രാവശ്യം യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യാനുള്ള വിസയ്ക്കും കിട്ടാം. അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ മിനിസ്ട്രിയിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് അവിടെ നമ്മളെ ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ഇവിടുത്തെ ഒരു റെസിഡൻസ് കാർഡ് കിട്ടും. ഞാൻ ആ റെസിഡൻസ് കാർഡ് കാണിച്ചു തരാം. അതായത് നമ്മളെ ചെക്കിലെ നമുക്ക് റെസിഡൻസ് കാർഡ് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഗ്രീൻ ഫോം വെക്കുന്നതിലൂടെ നമുക്ക് എന്താക്കാം, ചെക്കിലെ റെസിഡൻസ് കാർഡ് നമുക്ക് കിട്ടും. അപ്പം സാധാരണ എല്ലാവരും ചെയ്യൽ ആ വൈറ്റ് ഫോമാണ് വെക്കല്. അപ്പൊ വൈറ്റ് ഫോം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ വന്ന് ഒരു കൊല്ലത്തെ നമ്മൾ ആ വിസാന്റെ ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഗ്രീൻ ഫോമാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ എന്താക്കാം, ഒരു 1 മന്തിനുള്ളിൽ എന്താവും, നിങ്ങൾക്ക് ഇവിടുത്തെ കാർഡ് കിട്ടും. ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ കാർഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് എന്താക്കാം, നമുക്ക് കൂടുതൽ ആക്സസിബിൾ ആണ്. ഈ TRC ടെമ്പററി റെസിഡൻസ് കാർഡ് നമുക്ക് പാസ്പോർട്ട് എപ്പോഴും കൈമിൽ വെച്ച് കൊണ്ടെടുക്കുന്നതിന് പറ്റില്ല. ഈ കാർഡ് നമ്മളെ കൈമിലുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി റിലയബിൾ ആണ്. ഓക്കെ, അപ്പം ഗ്രീൻ ഫോം ഓർ വൈറ്റ് ഫോം ഏതാണ് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വെക്കാം. ഇന്റെ കേസിൽ ഞാൻ ഗ്രീൻ ഫോമാണ് വെച്ചത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഫോട്ടോ ഉണ്ട്. നമ്മളെ യൂറോപ്യൻ ഷെങ്കൻ വിസയ്ക്ക് മുമ്പ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അതിന്റെ സൈസും വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഓല് പറയുന്നുണ്ട്. അതിന്റെ രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഫിനാൻസ് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ചെക്കിന്റെ കേസിലേക്ക് ഞാൻ ഏകദേശം 7 ലക്ഷം രൂപന്റെ അടുത്താണ് നമ്മൾ എന്താണ് അക്കൗണ്ടിൽ കാണിച്ചത്. അത് ജസ്റ്റ് അക്കൗണ്ടിൽ കാണിക്കുക. അതിന്റെ അപ്പുറം തന്നെ അതിന്റെ 6 മന്തിന്റെ അടുത്തുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതപ്പോ തന്നെ എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത പേജിൽ എന്താണ് സൈനും വേണം, സീലും വേണം. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കുക. ഒരു ബാങ്ക് ബാലൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക, 6 മന്ത് സ്റ്റേറ്റ്മെന്റും എടുക്കുക. അപ്പൊ നമ്മളെ ഫിനാൻഷ്യൽ പാർട്ട് ഓക്കെ. അങ്ങനെ എന്താക്കുന്നത്, നമ്മളെ ഇനി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്താക്കി തരാം, അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അടുത്ത ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുന്നത്, പോയിട്ട് എംബസിയിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു സ്ലിപ്പ് കിട്ടും. ഓക്കെ, ഈ സ്ലിപ്പിൽ അതിലൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനി നമ്മളെ പ്രോസസ്സ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാ നോക്കേണ്ടത്. അതായത് നമുക്കിപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മന്ത് 1.5 മന്ത് ഒക്കെ എടുക്കും എന്താ ഇതിന്റെ ഒരു ഡിസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ട്രാക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്റെ കേസിൽ എനിക്കൊരു ഒരു മാസം 10 ദിവസം ആ ഒരു ടൈമിന്റെ ഉള്ളിൽ എന്താണ് ഇതിന്റെ ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പം അതായത് നമുക്ക് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെക്കിന്റെ കേസിൽ നമ്മളെ മെയിലിലേക്ക് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മെയിൽ വരും. അപ്പൊ എന്റെ മെയിൽ വന്നപ്പോ ഞാൻ ആകെ സർപ്രൈസ് ആയി പോയിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് വന്നത്, പ്രതീക്ഷിക്കാതാണ് സംഭവിച്ചത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് മെയിൽ വന്ന്. അപ്പൊ മെയിലിൽ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് ദിവസം ഇനി വരുന്ന ഏത് ദിവസം വേണമെങ്കിലും എംബസിയിൽ വന്നിട്ട് നിങ്ങളെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാം. ഓക്കെ, ഈ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ സംഭവം എന്താ വെച്ചാൽ ചെക്കിന്റെ കാര്യത്തിൽ നമുക്ക് പാസ്പോർട്ട് നേരിട്ട് എംബസിയിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യണം. നമ്മൾ അവിടെ പാസ്പോർട്ട് കൊടുത്തു പോരുന്നില്ല. നമ്മളെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പാസ്പോർട്ടായിട്ട് തിരിച്ച് വീട്ടിലേ പോരുന്നത്. പിന്നെ നമുക്ക് മെയിൽ വരുന്നത്. അപ്പൊ രണ്ടാമത് നമ്മൾ എന്താണ് ഡൽഹിയിലേക്ക് പോയിട്ട് സ്റ്റാമ്പ് ചെയ്യണം. ഓക്കെ, ഈ സ്റ്റാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താക്കും, അവിടുന്ന് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ഈ സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഇൻഷുറൻസിന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് വിസ കിട്ടി സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ചെക്കിലേക്കുള്ള ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത്. ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഇവിടെ
ഇവിടത്തെ കേസിൽ പറയുമ്പോൾ ഇപ്പം ഇൻഷുറൻസ് ഒരു 55,000 തൊട്ടിട്ടൊക്കെ ഇപ്പൊ ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പം ആ ഇൻഷുറൻസിന്റെ കോപ്പിയും നമുക്ക് വിസ കിട്ടിയെന്നുള്ള മെയിലും വെച്ചിട്ടാണ് എന്താക്കേണ്ടത്, നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ കൊണ്ടുപോയി സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് എന്താവും, നമ്മളെ കൈമേല് ഷെങ്കൻ വിസ, സ്റ്റുഡന്റ് വിസ നമുക്ക് അടിച്ചിട്ട് കൈമേല് പാസ്പോർട്ടിൽ കിട്ടും. ഓക്കെ, ഈ വിസ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അതിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇന്ന ദിവസം തൊട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ആ ദിവസം തൊട്ട് ഏത് ദിവസത്തിന്റെ ഉള്ളിലും നിങ്ങൾക്ക് എന്താക്കാം, ചെക്കിലേക്ക് വരാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സും നമ്മളൊരു വിസന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളെന്തായി, ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് എൻട്രി റിക്വയർമെന്റ്സ് നോക്കി, പിന്നെ അവരെ എൻട്രൻസ് എക്സാം എഴുതി, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കഴിഞ്ഞ്, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ്, എംബസി ഡേറ്റ് എടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ്, പിന്നെ എന്താക്കി ലാസ്റ്റ് വിസ കിട്ടി. പിന്നെ നമ്മൾ എന്തായി, പിന്നെ വീണ്ടും വന്ന് സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളെ ഇവിടുത്തെ വിസ പ്രോസസ് ഒക്കെ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, എത്രയും പെട്ടെന്ന് നമുക്ക് എന്താക്കാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ചെക്കിലേക്ക് വരാം, നമ്മളെ ബാക്കി കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി എൻറോൾമെന്റും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ചെക്കിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ചുരുക്കിയ ഒരു രൂപം. ഇതിൽ കുറെ സമയം നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ലാഗ് വരും. എല്ലാവരും പെട്ടെന്നും അങ്ങനെ നടക്കുന്ന വിസ പ്രോസസ്സിംഗ് അറിയാലോ, അതിൻ്റെതായ ലാഗും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ ഇനിയിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഗൈസ്.